ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വരുണിന്റെ അച്ഛൻ ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുണിന്റെ അച്ഛൻ ഡോക്ടറിനോട് പറയുന്നുണ്ട്, എന്റെ അസുഖത്തെക്കുറിച്ച് വീട്ടിൽ ആരോടും പറയരുതെന്നൊക്കെ. എന്റെ ആരോഗ്യം നന്നായിട്ടുണ്ടെന്നൊക്കെ ഓർത്ത് അവരൊക്കെ സന്തോഷിച്ചോട്ടെ. എന്തായാലും ഒരു ദിവസം മരണം ഉറപ്പല്ലേ. എന്റെ ദിവസം എണ്ണപ്പെട്ടതാണെന്ന് എനിക്കും ഡോക്ടറിനും മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് പ്രിയങ്ക ഹാളിലേക്ക് വരികയാണ്. ആ സമയത്ത് വരുണിന്റെ അമ്മ പറയുന്നുണ്ട്, മോൾ ഇന്ന് സന്തോഷത്തിലാണല്ലോ, അച്ഛനും അമ്മയും വരുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, ഇതുവരെയും വരുൺ എഴുന്നേറ്റില്ലേ എന്നൊക്കെ. കല്യാണത്തിന് മുമ്പും ഇവൻ ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. മോള് വരുമ്പോഴെങ്കിലും ഈ ശീലമൊക്കെ മാറുമെന്നാണ് കരുതിയെന്നൊക്കെ പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ മൊബൈലിൽ ഓരോ സിനിമ കണ്ടുകൊണ്ടിരിക്കും, എപ്പോഴും മൊബൈലിലാണെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് മൊബൈൽ ഒന്നും യൂസ് ചെയ്യാറില്ല, അതൊക്കെ ഒരുപാട് യൂസ് ചെയ്ത കുടുംബ ബന്ധങ്ങളൊക്കെ ഇല്ലാതാകുമെന്നൊക്കെ പറയുന്നു. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടുത്തെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ പ്രിയങ്ക മോളെ വെച്ചൊരു ഉപദേശം എല്ലാവർക്കും കൊടുക്കണമെന്നൊക്കെ. പെട്ടെന്ന് വരുൺ എഴുന്നേറ്റ് അവിടേക്ക് വരുന്നുണ്ട്. വരുൺ എഴുന്നേറ്റ് ഉറക്കത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ റെഡി ആകുന്നില്ലേ എന്നൊക്കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ. മുത്തശ്ശി പറയുന്നുണ്ട്, പ്രിയങ്കയുടെ അച്ഛനും അമ്മയും വരും, ചടങ്ങുകൾക്ക് വേണ്ടി നിങ്ങളെ കൂട്ടിട്ട് പോകാനാണെന്നൊക്കെ പറയുന്നു. വരുൺ അപ്പോഴും താല്പര്യമില്ലാതിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി വഴക്ക് പറഞ്ഞിട്ട് വരുണിനെ എഴുന്നേൽപ്പിക്കുകയാണ്. വരുൺ അപ്പോൾ മനസ്സിൽ പറയാണ്, ഇവളുടെ അച്ഛനും അമ്മയും വരുന്നതിന് എനിക്കെന്താണ്, എന്റെ പെണ്ണിന്റെ അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ ഞാൻ അവരെ നന്നായിട്ട് സ്വീകരിച്ചേനെ എന്നൊക്കെ പറയുന്നു. വരുൺ പോയതിനു ശേഷം പ്രിയങ്ക സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞങ്ങൾ പാവങ്ങളായിട്ടാണ് വരുൺ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. മുത്തശ്ശിയും അമ്മയും അപ്പോൾ പറയുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മോളെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ലേ, അതുപോലെ തന്നെ അവനും മോളെ സ്നേഹിക്കാൻ തുടങ്ങുമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് രാധികയാണ്. രാധിക പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പ്രിയങ്കയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. രാധിക അലുവയും എടുത്തു വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വന്നിട്ട് യശോദയെ വഴക്ക് പറയുകയാണ്. നീ എന്തിനാണ് സാധനങ്ങളൊക്കെ അവളെ കൊണ്ടെടുപ്പിച്ച് വെപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. യശോദ അപ്പോൾ പറയുന്നുണ്ട്, എല്ലാ പലഹാരങ്ങളും അവളല്ലേ ഉണ്ടാക്കിയതെന്നൊക്കെ. അവൾ ഉണ്ടാക്കിയെങ്കിലും അവളുടെ ഉദ്ദേശം ശരിയല്ല, അവളുടെ മനസ്സും ശരിയല്ല എന്നൊക്കെ പറയുന്നു. നമ്മളുടെ പ്രിയങ്ക മോളുടെ ജീവിതം ഇല്ലാതാക്കാനാണ് ഇവൾ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാണ്. തിരുമേനി അവിടേക്ക് വന്നിട്ട് എല്ലാവരും റെഡിയായില്ലേ, പോകാമെന്ന് പറയുന്നുണ്ട്. രാധികയോടും പോകാമെന്ന് പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, രാധികയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്, രാധികയും വരുന്നില്ല എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, ഇവൾ ഒരു അനാഥയാണ്, അതുകൊണ്ട് ആ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറയുന്നു. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട്, ആരെന്തൊക്കെ പറഞ്ഞാലും ഇവൾ എന്റെ മൂത്ത മകളാണ്, ഇവളെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ചടങ്ങേ നടത്തത്തില്ല എന്നൊക്കെ പറയുന്നു. രാധിക പണിയുണ്ട്, വീണ്ടും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തിരുമേനി സമ്മതിക്കുന്നില്ല, നീയും വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ വീട്ടിലേക്ക് എല്ലാവരും വരികയാണ്. പ്രിയങ്ക രാധികയെ കാണുമ്പോൾ ടെൻഷൻ ആകുന്നുണ്ട്. രാധികയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. എല്ലാരും കൂടെ ഇന്ന് തന്നെ എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ പറയുന്നു. എല്ലാരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് വരുൺ അവിടെ നിന്നും മാറിപ്പോകുന്നുണ്ട്. വരുൺ രാധികയെ കാണുന്നുമില്ല. ഡ്രൈവറിനോട് എല്ലാവരും വരുണിനെ വിളിച്ചിട്ട് വരാനെന്ന് പറയുന്നു. ആ സമയത്ത് പ്രിയങ്ക ടെൻഷൻ ആകുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ രാധികയെ കണ്ണ് കാണിക്കുന്നുണ്ട് മാറാനെന്ന് പറഞ്ഞിട്ട്. രാധിക അപ്പോൾ വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. രാധിക വെളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വരുണും ഡ്രൈവറും കൂടെ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. രാധിക അപ്പോൾ അവിടെ മറഞ്ഞു നിൽക്കുന്നു. വരുൺ അകത്തേക്ക് കയറി പോകുമ്പോൾ രാധിക വെളിയിലേക്ക് പോകുന്നു. വരുൺ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോണുമായിട്ട് പോയതെന്നൊക്കെ. കൽപ്പന അപ്പോൾ കളിയാക്കുന്നുണ്ട്, കൃത്യസമയത്ത് തന്നെ കൂട്ടുകാരൻ വിളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. വരുണിന്റെ അച്ഛൻ അലുവ കഴിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നു. വരുണ് വീണ്ടും ഫോൺ വരുന്നുണ്ട്. വരുൺ വെളിയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് തിരുമേനി പറയുന്നുണ്ട്, രാധിക മോളാണ് ഉണ്ടാക്കിയതെന്ന്. വരുണിന്റെ അച്ഛൻ അപ്പോൾ രാധിക മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അവള് ചിലപ്പം വീടിന്റെ എവിടെയെങ്കിലും കാണാം, വീടൊക്കെ ചുറ്റിക്കറങ്ങി കാണുമായിരിക്കുമെന്നൊക്കെ പറയുന്നു. ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. രാധികയോട് പറയുന്നുണ്ട്, അകത്ത് വിളിക്കുന്നുണ്ടെന്ന്. തിരുമേനിയും രാധികയെന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് രാധിക അകത്തേക്ക് ചെല്ലുന്നു. അതേ സമയത്ത് വരുണും റൂമിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.